പച്ചമാങ്ങ കൊണ്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഉടനെ തന്നെ കുടിക്കാൻ പോകുന്ന ജ്യൂസാണ്. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാങ്ങ ഒന്ന് വേവിച്ചിട്ട് അത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന കൂട്ട ജ്യൂസായിരുന്നു. ഇത് നമ്മൾ ഉടനെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ അധികം പുളിയില്ലാത്ത പച്ചമാങ്ങയാണ് ഇത്. ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മാങ്ങ, ചെറിയ മാങ്ങയുണ്ട്. അതിന് ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമ്മൾ പുളി അനുസരിച്ചൊന്ന് പിന്നെ കൂടുതൽ വേണമെങ്കിൽ കുറവ് ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി ഒരു കാന്താരിയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഈ പച്ചമാങ്ങയൊക്കെ ആകുമ്പം ഒരു ചെറിയൊരു എരിവും പുളിയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ജ്യൂസിന്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മളൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കാൻ. ഞാനൊരു മിക്സിയുടെ ജ്യൂസറിൽ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് പച്ചമാങ്ങ അരിഞ്ഞെല്ലാം ഒന്ന് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു കാന്താരി ഇടുവാണ്. ഒത്തിരി വേണ്ട, ഒരു പിഞ്ച് ഞാൻ ഉപ്പും കൂടി ഇടുവാണ്. അപ്പം ഞാനൊരു 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. നമ്മൾ ജ്യൂസ് കുടിക്കാൻ നേരത്ത് നമുക്ക് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ഇട്ടാൽ മതി. ഞാനൊരു കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം പിന്നെ നീട്ടിയെടുക്കാം. മാങ്ങ ഇത് വേണ്ട നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. എന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയ്ക്കകത്തൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. കാന്താരി മുളകും മാങ്ങയുടെ കഷ്ണമോ വല്ലതും അരയാതെ കിടപ്പുണ്ട്, നമുക്കൊന്ന് അരിച്ചെടുക്കാം. കുറച്ചൊരു വെള്ളവും കൂടി നീട്ടാം. ഞാൻ 2 ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് എടുക്കുന്നത്. നമുക്കൊരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ജ്യൂസ് ഇന്നത് കണ്ടോ നല്ലപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഈ കാന്താരി ഇട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് പച്ചമാങ്ങയുടെ. ഇപ്പം മാങ്ങയൊക്കെ എല്ലാവർക്കും ധാരാളം കിട്ടുന്ന സമയമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും.